ഇന്ന് മഹാശിവരാത്രിയാണ്. പിതൃതർപ്പണത്തിനായി ജനലക്ഷങ്ങളാണ് ആലുവ മണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ബലിതർപ്പണത്തിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലേബി സൈന്സിന്റെ റിപ്പോർട്ട് കാണുക. പഞ്ചാക്ഷരി മന്ത്രത്താൽ മുഖരിതമാണ് ആലുവ ശിവരാത്രി മണപ്പുറം. പുലർച്ചെ 5 മണിക്ക് തന്നെ മണപ്പുറത്തുള്ള ശിവക്ഷേത്രത്തിൽ വിശേഷാൽ പൂജാ ചടങ്ങുകൾ ആരംഭിച്ചു. ഈ മണപ്പുറവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ ജഡായുവിന് അന്ത്യവിശ്രമം ഒരുക്കിയ സ്ഥലം എന്നുള്ള ഒരു ഐതിഹ്യത്തിന്റെ പെരുമയിലാണ് ഇങ്ങോട്ട് ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. പുലർച്ചെ മുതൽ തന്നെ നാടിന്റെ നാനാഭാഗത്തു നിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ ഇങ്ങോട്ട് ആളുകൾ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഹാശിവരാത്രി ആഘോഷത്തിന് പിന്നിലും ഐതിഹ്യ പെരുമയുണ്ട്. ശിവനുമായി ബന്ധപ്പെട്ട 8 വ്രതാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനം മഹാശിവരാത്രി വ്രതാനുഷ്ഠാനമാണ്. ഈ ശിവരാത്രിക്ക് പിന്നിലുള്ള ഐതിഹ്യം പാലാഴി കടയുന്ന സമയത്ത് ഉയർന്നു വന്ന കാളകൂട വിഷം ശിവൻ പാനം ചെയ്യുകയും അത് ഇറക്കി ശിവന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പാർവതി തൊണ്ടയിൽ ഞെക്കി പിടിച്ചുവെന്നും, എന്നാൽ അത് ശിവൻ പുറത്തേക്ക് തുപ്പി ലോകത്തിന് ദോഷമുണ്ടാകാതിരിക്കാൻ മഹാവിഷ്ണു ശിവന്റെ വായ പൊത്തുകയും ചെയ്തു. ഈ സമയം കാളകൂട വിഷം ശിവന്റെ കണ്ഠത്തിൽ നിന്ന് ഉറയ്ക്കുകയും ശിവൻ നീലകണ്ഠനായി മാറുകയും ചെയ്തു. ഈ സമയത്ത് ശിവന് ദോഷമൊന്നും ഉണ്ടാകാതിരിക്കാനായി രാത്രി മുഴുവൻ ഉറക്കമിളച്ചിരുന്ന പാർവതി ഭജിച്ചതിന്റെ ഒരു ഐതിഹ്യ പെരുമയാണ് മഹാശിവരാത്രി അനുഷ്ഠാനത്തിന് പിന്നിലുള്ളത്. ഈ ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടെ ശിവരാത്രി ആചരിക്കുകയാണെങ്കിൽ സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും എന്നാണ് ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസത്തെ പിൻപറ്റിയാണ് നാടിന്റെ നാനാഭാഗത്ത് നിന്ന് വ്രതാനുഷ്ഠാനങ്ങളോടെ ആലുവ മണപ്പുറത്തേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പിതൃതർപ്പണ ചടങ്ങാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു ആചാരം. ഈ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തുന്നതിനായി വ്രതാനുഷ്ഠാനങ്ങളോട് തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. പിതൃതർപ്പണ ചടങ്ങുകൾക്കായി 700ഓളം ബലിത്തറകൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. മഹാശിവരാത്രിക്കായുള്ള ക്രമീകരണങ്ങൾ സംബന്ധിച്ച വിവരങ്ങളാണ് ലേബി സജീന്ദ്രൻ ആലുവയിൽ നിന്നും പങ്കുവച്ചത്.